ഹായ് ഹലോ, ഇന്നൊരു കൂമ്പ് തോരൻ്റെ റെസിപ്പി ആയാലോ. അങ്ങനെ ഒരു വാഴക്കൂമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചെറുപയറും. അങ്ങനെ ചെറുപയറൊക്കെ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമുക്ക് കൂമ്പൊക്കെ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കാം. ശേഷം കൈകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഈ കൂമ്പ് കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ നാരിങ്ങനെ കളയേണ്ട ഒരു പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാര് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വയറ്റിൽ ചെന്നാൽ വയറുവേദനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂമ്പിൻ്റെ നാര് കളയുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അങ്ങനെ ചെറുപയർ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് 2 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ശേഷം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടായി കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പും ഒരു പച്ചമുളകും 2 വറ്റൽമുളകും കുറച്ച് സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശേഷം ഇതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കേണ്ടതുണ്ട്. ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 2 അല്ലിയോളം വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, 1/4 ടീസ്പൂണോളം ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ശേഷം അടച്ചു വെച്ച് കുറേ നേരം വേവിച്ചതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കൂമ്പൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ചേരുവ പയറും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടകരമായ ചെറുപയർ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ ഓൾ.